ഇന്നലെ നടന്ന അർജന്റീന ഈജിപ്ത് മത്സരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാണ്. കളിക്കളത്തിൽ മൈതാനത്തിൽ നടന്നതിനേക്കാൾ കൂടുതൽ പുറത്ത് നടന്ന ചില വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം മൈതാനത്തിലെ 58-ാം മിനിറ്റിൽ മുസ്തഫ സീക്കോ അടിക്കുന്ന ഒരു ഗോൾ ഡിസലോ ചെയ്യുന്നത് 80-100 വാര അപ്പുറത്ത് ലിസാൻഡ്രോ മാർട്ടിനസിനെ മർവാൻ അത്തയ്യ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ടച്ചായിരുന്നു ബൂട്ടിൽ ഉണ്ടായിരുന്നത്. ഇരിക്കട്ടെ, അതിനുശേഷം പിന്നെ മുസ്തഫ സിക്ക് ഗോൾ അടിക്കുന്നുണ്ട്. 2-0 ഈജിപ്ത് ലീഡ് ചെയ്യുന്നു. അവിശ്വസനീയമായ തിരിച്ചുവരവ് ഈ അർജന്റീന നടത്തി, സംശയമില്ല കാര്യത്തിൽ. റൊമേരിയോയുടെ ഗോളാവട്ടെ, മെസ്സിയുടെ രണ്ടാമത്തെ ഗോളൊക്കെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ്. മെസ്സി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ള, മെസ്സിയെ കുറിച്ച് അങ്ങനെ പറയുന്നു എന്നുള്ളതിന്റെ തെളിവായിരുന്നു അത്. അയാൾ അതിനു മുമ്പ് നടത്തുന്ന ചില മുന്നേറ്റങ്ങളൊക്കെ അനുപമമായിരുന്നു, സംശയമില്ല. മൂന്നാമത്തെ ഗോള് പക്ഷേ ബിൽഡ് ചെയ്യുന്നതിനെ മൊസലയെ ഫൗൾ ചെയ്തിട്ടാണെന്നുള്ള ഒരു പരാതി ഈജിപ്ഷ്യൻ കളിക്കാർ റഫറിയുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. അതായത് മൊസല അർജന്റീനയുടെ ഗോൾ മുഖത്ത് നടത്തിയ ഒരു മുന്നേറ്റം പെനാൽറ്റി ബോക്സിനകത്ത് ഫൗൾ ചെയ്യപ്പെടുന്നുണ്ട് മൊസല ഗോൺസലസ് വഴി. പക്ഷെ അത് ആദ്യം ഗോൺസലസ് പിന്നെ ബോൾ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഫൗൾ ചെയ്യുന്നതെന്നൊക്കെയാണ് ഇവിടുത്തെ പണ്ഡിതർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഫൗളല്ല. പക്ഷേ വാറ് പരിശോധിക്കാനുള്ള ഒരു താല്പര്യം റഫറി കാണിച്ചില്ല എന്നുള്ളത് വളരെ പക്ഷപാതപരമാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ വരുന്നത്. ഇത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്നുണ്ട് ടച്ച് ലൈൻ്റെ അടുത്ത്. ആ സമയത്ത് അർജന്റീന കളിക്കാർ മെസ്സി ഉൾപ്പെടെ ഈജിപ്ഷ്യൻ ഒഫീഷ്യൽസിനുമായിട്ട് സംസാരിക്കാൻ വരുന്നുണ്ട്. ഞാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു കാര്യമാണ്. ആ സമയത്ത് ഹൊസാം ഹസൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരായിട്ട് ഫിഫ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ റിപ്പോർട്ടിംഗ് സിഗ്നൽ കാണിക്കുന്നുണ്ട്. റഫറി അതിനും കൊടുക്കുന്നത് ഈജിപ്ഷ്യൻ ഒഫീഷ്യൽസിന് കാർഡാണ്. നേരത്തെയും വാർ പരിശോധിക്കണം എന്ന് പറഞ്ഞ കളിക്കാർക്കെതിരെയും കാർഡ് എടുത്ത് കാണിക്കാനാണ് റഫറി ശ്രമിക്കുന്നത്. അവിടെ മെസ്സിയോ അല്ലെങ്കിൽ അർജന്റീനയുടെ മറ്റു കളിക്കാരോ ഏതെങ്കിലും തരത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷനോ ആക്ഷേപങ്ങളോ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ ഇതുവരെ ഫിഫ തയ്യാറായിട്ടുള്ള അവർ ചെയ്യേയില്ല. ഇനി സ്റ്റാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ, ഗാലറിയിലോട്ട് പോയി കഴിഞ്ഞാൽ, അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ ആരാധകർ വളരെ മോശമായ രീതിയിലാണ് ഇന്നലെ പെരുമാറിയത്. അവർ ഇസ്രായേലിന്റെ പതാക ഉയർത്തിയത് മറ്റും അതിന്റെ അപ്പുറത്തേക്ക് കള്ള് ഒഴിക്കുകയായിരുന്നു ഈജിപ്ഷ്യൻ ആരാധകരുടെ മുകളിലേക്ക്. അതുപോലെ തന്നെ ആ സ്പീഡ് എന്നൊക്കെ പറയുന്ന വ്ളോഗർക്കെതിരെ വളരെ അപലപനീയമായ റേഷ്യൽ സ്ലറുകളാണ്, വംശീയാധിക്ഷേപങ്ങളാണ് അർജന്റീന ആരാധകർ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നതെന്നും. അതിന്റെ അപ്പുറത്തേക്ക് സ്റ്റേഡിയത്തിന് പുറത്താണെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി അർജന്റീനയുടെയും ഈജിപ്തിന്റെയും ആരാധകർ ഒരുമിച്ച് വരുമ്പോൾ പോലും അവരെ തരംതിരിച്ച് മാറ്റി നിർത്തി അർജന്റീനൻ ആരാധകരെ കടത്തിവിടുകയും ഈജിപ്ഷ്യൻ ആരാധകരും വളരെ റിഗറസ് ആയിട്ടുള്ള ചെക്കിങ്ങിന് വേണ്ടി വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി പിന്നെ അകത്ത് ഡ്രസ്സിംഗ് റൂമിന്റെ അവിടേക്ക് പോകുന്ന ടണലുകളിലായാലും ഇനി മറ്റു പുറത്ത് ഈജിപ്ഷ്യൻ പിന്നെ കളിക്കാർ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കുട്ടി ആരാധകർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ അവിടെ US പോലീസ് ഇടപെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വൃത്തികെട്ട ഹോസ്റ്റ്, ഇത്രയും വൃത്തികെട്ട ഒഫീഷ്യൽസ്, ഇത്രയും വൃത്തികെട്ട റഫറിങ്, വല്ലാത്തൊരു കളിയായി പോയത്. ഇത്രയും വൃത്തികെട്ട ആരാധകർ പറയാൻ വേണ്ട.